റസിയ ഒരു ചായ എടുത്തിട്ട് പോയോ? ചായ ചായ എന്താ വിളിക്കുന്നു? കുറെ നേരമല്ലോ. ഹലോ എടാ, പണിയൊന്നും ചേടാ, കുറെ ദിവസമായി. ആ ഏത് സാധനതാ? ജവാനാ? ആ കട്ടടം പൈസ ഒന്നും ചേടാ, പണിൻ്റെ ആയിട്ട് കുറയില്ലേ, കളം കാര്യമാണ്. ആ എവിടെ ഉള്ളത്? കൂനന്തറയിലാ? ആ എന്നതാ അവിടെ ഞാനെത്തി. ആ ആയിക്കോട്ടെ. എപ്പാണല്ലോ വിളിക്കണത്? ഹലോ അപ്പാ. മോളെ എവിടെ? ആ അപ്പാ, ഞാൻ ഇവിടെ ഉണ്ട്. നീ ഇത്ര നാളായിട്ട് എന്താ ഇങ്ങോട്ട് വരാത്തത്? അത് ഇക്കാക്ക് നല്ല തിരക്കാണ്, അതുകൊണ്ടാ വരാത്തത്. ആ അവനിപ്പോ ഡെയിലി പണിയുണ്ടാ? ആ ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അവിടെ? ഇല്ലപ്പാ. എന്നാ പണി കഴിഞ്ഞ രണ്ടാളും ഇങ്ങോട്ട് വാട്ടാ. ഞാനൊന്ന് ചോദിച്ചിട്ട് പറഞ്ഞാ പോരെ? നാളെ വല്ല പണി എന്തെങ്കിലും ഉണ്ടോന്ന് അറിയില്ലല്ലോ. ശരിപ്പാ. നേരത്തെ തന്നെ കിടന്നോടി നേരത്തെ തന്നെ കിടന്നുറങ്ങിയ ചോറ് വിളമ്പടേ. എന്താണ് ഉറക്കത്തിനാണ്ടി വിളിക്കണത്? ഇതെന്ത് ചായ? ഇത് മധുരമില്ല, പഞ്ചസാര ഇല്ല. ഇങ്ങനെ ചായ ഉണ്ടാക്കുക? ഒല്ലക്കമ്മലത്തെ ചായ കൊണ്ട് നിൽക്കണേ എന്താണ്? ഉച്ചക്ക് ചോറിനാര് വാങ്ങി അവന്റെ പേരേന്ന് വിളിച്ചാൽ മതി. ഇവിടെ കട്ടടാൻ കഴിഞ്ഞാൽ എടുക്കുക. പാപ്പാടേ അരി കൊടു നിൽക്കാൻ മതി ഇവിടെ. അന്റെ പാപ്പല്ലേ വിളിച്ചെന്ന്? ഇന്നലെ വിളിച്ചില്ലേ? അവിടെ പോയിട്ട് ചോറ് വിട്ട് പോരെ കേട്ടാ. രാത്രിയാകുമ്പോ ചോറുന്നാനാ? ആ ഞാൻ ഓട്ടിന്ന് കേട്ടാ. ചെല്ല്. നേരത്ത് എനിക്ക് ഇവിടെ
നിങ്ങളോ? എന്റെ മുഖത്തൊക്കെ അതെന്താ പറയണ പോലെ? ഞാൻ ഇന്നലെ വണ്ടിമന്ന് വീണതാ. നിങ്ങൾ എന്താ വിളിക്കും പറയൊന്നും ചെയ്യാതെ വന്നിക്കണേ? വീണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. അല്ലടി പാടൊക്കെ സുഖാണ്. നിങ്ങൾ എന്താ വിളിച്ചു പറയൊന്നും ചെയ്യാതെ പോണത്? ഫോൺ എടുക്കലില്ലല്ലോ. അത് അളിയനെന്തോ തിരക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടെ. നിങ്ങൾ ഇരിക്കി, ഞാൻ ചായ എടുക്കട്ടെ കേട്ടാ. ഇരിക്ക. എന്തോ വിഷയം ബൈക്കുമ്പോ വീണതെന്നാ പറഞ്ഞു. ഈ ഭാഗം നമുക്ക് വിളിച്ചാലോ? ഇപ്പൊ വിളിച്ചിട്ട് ഫോൺ എടുക്കില്ലല്ലോ. ഉപ്പാക്ക് വിളിച്ചാലോ? പാടല്ല ദേഷ്യമുള്ള പോലല്ലോ അവൾക്ക്. അല്ല ഉപ്പാനെ വിളിച്ചിട്ട് വന്നാലും പനപ്പണ്ട് വിളിച്ചായിരിക്കല്ലോ. ഇപ്പൊ ചാടുകാണല്ലോ. നോക്കാം, ഒന്ന് സംസാരിക്കണം. പഴയ ഒരു ഉഷാറില്ല. മുഖക്കൊണ്ട് മാറി. പോയി അല്ല പണിയുണ്ടെന്നല്ലേ അവള് പറഞ്ഞേ. ഞാൻ കുറെ നാളെ എടീ അളിയനെന്തിയാ? ഇന്ന് പണിണ്ട് പറഞ്ഞ് പോയിക്കാ. എവിടെ? എത്ര പണി? അങ്ങോട്ടല്ലോ എന്തോ ഒരു പേര് പറഞ്ഞു. പണിക്കോലുണ്ടപ്പോ? കൊറേ ദിവസമായിട്ടേ പണിയൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇപ്പോഴാണ് പിന്നെ പണിയൊക്കെ ആയത്. അത് ഞാൻ പറഞ്ഞില്ലേ വീണെന്നുള്ളത്, അതിന്റെ ബാക്കി ഇങ്ങനെന്താ പാടിമാടിയൊക്കെ പാടെന്താ? ഞാൻ വീണതാ. ഇപ്പൊ എന്റെ ഉമ്മാന്റെ പാടൊക്കെ എന്താ? അത് അളിയനായിട്ട് വണ്ടി പോകുമ്പോഴേ വണ്ടി ഇറക്കിയിട്ട് ഞാൻ അങ്ങോട്ട് നിന്നതാ. നിങ്ങൾ പറയും ചായ മാത്രമേ ഉള്ളൂട്ടാ, വേറെ കടിയൊന്നും തരാൻ പറ്റില്ല. എത്ര ദിവസമായി അങ്ങോട്ട് വരാ വായ വായ വിളിക്കും. അതില്ല, ഫോൺ വിളിച്ചെടുക്ക, അതും ഇല്ല. ഞങ്ങൾക്ക് വന്ന് നോക്കിയാലേ പറ്റൂ. അതിനല്ലേ ഇംഗ്ലീഷിന്റെ കാണാൻ വന്നത്. അങ്ങോട്ട് വരില്ല? ഞാൻ വരും. സാധനങ്ങളൊന്നുമില്ല പറഞ്ഞില്ല, 2-3 ദിവസമായിട്ട് അളിയനക്ക് പണിയൊന്നുമില്ല. ഞങ്ങളൊന്ന് വിളിച്ചൂടെ നിനക്ക്? ഞങ്ങളൊക്കെ എന്ത് തെറ്റാനോട് ചെയ്തുള്ളത്? സാധനങ്ങൾ ഇല്ലാന്ന് പറയാൻ എന്തിനും വിളിച്ചൂടെ? പണിയുണ്ടെന്ന് ഓൾക്കല്ല പൈസക്ക് ആവശ്യം, പൈസക്ക് ഇവിടെയാണ് ആവശ്യം. സാധനങ്ങളൊക്കെ ഞാൻ മേടിക്കും. അതാണ് അവസ്ഥ. അരി മേടിക്കണ്ടേ? ഞങ്ങളെന്നാ ഞാൻ പോകുമ്പോ അരി പറഞ്ഞില്ലേ? ഞങ്ങളത് പോയിട്ട് എന്നാ ശരി, ഞങ്ങളുണ്ട് പോയിട്ട് വരാം. ഇറങ്ങിപ്പോടാ ചെല്ലേ. അളിയന്മാരത്ര അളിയന്മാര്. നിങ്ങൾ എന്തിനാ ഞങ്ങളോട് അങ്ങനൊക്കെ പറഞ്ഞത്? ശവത്തിന് ചവിട്ടിന് എന്ത് കാര്യമുള്ളത്? മടി